പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ, ഈ ആത്മാക്കൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. എന്റെ പൊന്ന അപ്പച്ചനും അമ്മച്ചും കേട്ട് ബോധിച്ചല്ലോ. കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ പൊന്നാര മോനും അങ്ങ് വരും. അന്ന് ഞാൻ ചോദിക്കും, എടോ തട്ടുങ്കൽ ജോസഫേ, തടത്തിൽ ജയമേരി, പുത്രനെ എന്തിനായി മുൾക്കിട ചൂടിച്ചതെന്ന്. അച്ഛൻ പട്ടം കെട്ടിച്ചേക്കാമെന്ന് ഒരു ഒടുക്കത്തെ നേർന്നത് എന്തിനാ? ചതിച്ചില്ലേ മഹാഭാവികളെ? എന്റെ ജീവിതം പാറപ്പുറത്ത് വിതച്ച വിത്താക്കി കളഞ്ഞിട്ട് രണ്ടുപേരും എന്ത് നേടി? ഓ, എന്നോടെന്ത് സ്നേഹമായിരുന്നു. സിസിലിയെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നത് വരെ ഒരു നേർച്ചയില്ലായിരുന്നു. ചത്ത് മണ്ണടിഞ്ഞിട്ട് അവരെ എന്തിനാ പയ്യാരം പറയുന്നേ? ദുഃഖം കൊണ്ടാണിച്ചോ. അച്ഛൻ അറിയാലോ, ഞാൻ സെമിനാരിൽ നിന്ന് അച്ഛൻ പട്ടം കെട്ടി ഇറങ്ങിയപ്പോഴാ സിസിലിയും കർത്താവിന്റെ മണവട്ടിയായത്. ആരെ കൊണ്ടാ? ഇവരിലച്ചോ അത് ഉത്തരവാദികള്. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ. ത്യജിച്ചതോ വെറുമൊരു പ്രേമം, നേടിയതോ കർത്താവിന്റെ ഹൃദയത്തിലൊരു ഇരിപ്പിടം. എന്റെ ചങ്ക് പൊട്ടിച്ചല്ലേ കർത്താവിന്റെ ഹൃദയത്തിൽ ഇരിപ്പിടം നേടിയത്. പെരേര, ഈ വസ്ത്രം നിയന്ത്രണത്തിൻ്റെതല്ല, സ്വാതന്ത്ര്യത്തിന്റെ തിരുവസ്ത്രമാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ഊരി വെച്ച് വേറൊന്നും തിരഞ്ഞെടുക്കാം. അച്ഛൻ പോയിക്കോ. ഇന്നിട്ട് കൂടുതൽ ചീത്ത പറഞ്ഞ് ഒന്ന് മുട്ടി പ്രാർത്ഥിച്ച് മാപ്പ് കേട്ട് ഞാനങ്ങ് വന്നേക്കാം. ശരി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താണ് തെണ്ടലൊക്കെ എവിടെ വരെ ആയി? തെണ്ടാനൊരു നേർച്ചയുള്ളതാ. 1000 വീട്ടിൽ ഭിക്ഷ എടുത്തിട്ട് വേളാങ്കണ്ണിക്കൊന്ന് പോണം. പിന്നെ ഇവിടെ ആവുമ്പോ 1000-ൽ പരം വീടുകളിൽ നിന്ന് വരുന്നവരാണല്ലോ. ജോലി കുറച്ച് എളുപ്പമാവും ചെയ്യും. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നിന്നെയൊക്കെ വെറുതെ പലോടാ ഞങ്ങൾ അനുഭവിക്കുന്നത്. പോടാ പോ. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങളുടെ ആനുവൽ പ്രൊജക്ടിലെ ഷോർട്ട് ഫിലിമായ പിച്ചത്തണ്ടിലെ കലയും കച്ചവടം എന്ന വിഷയത്തിന്റെ ഒരു ട്രെയിനിങ് ആണ് സർ. പ്ലീസ്. താങ്ക് യു സർ, എന്തെങ്കിലും ഒന്ന്. ഓ, എടുത്തോ. ഇതിലൊന്നുമില്ലല്ലോ. ഓ, അപ്പൊ ഇതിലായിരിക്കും. ഇത്ര പ്രായമായിട്ട് ഇക്ലി മാറിയില്ലേ? എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അടുത്ത നവംബർ 11 വരുമ്പോ 39 ആവുള്ളൂ. 39? 35 ഉള്ളൂ. സാറിന്റെ ചർമ്മം കണ്ടാ പ്രായം തോന്നുകയില്ല. ഓ, സന്തൂർ. സാർ, ഇതിലൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിലായിരിക്കും. എത്ര രൂപ എടുക്കണം? നിങ്ങൾക്ക് എത്ര രൂപ വേണം? സാറിന്റെ ഇഷ്ടം പോലെ. എന്നാ മൊത്തം എടുത്തോ. Sure. Why not? Okay. Thank you. സാറിന്റെ ഫോട്ടോ കൊള്ളാം. ഏത് സ്റ്റുഡിയോയിലാ എടുത്തേ? നിന്റെ അപ്പൂപ്പന്റെ സ്റ്റുഡിയോയിൽ. അയ്യടാ. അപ്പൊ എഴുതി വെച്ചേ. Okay. മോളെ, പ്രൊഫസർ വിലാസിനോട് കളിച്ചാ വാല് മുറിഞ്ഞു പോകും കേട്ടാ. ഫോട്ടോ ആയിട്ട് കറക്റ്റ് മാച്ച് ആയി. വാനര ജന്മം. കഴുത്തിലൊരു വാല്, പോക്കറ്റിലൊരു വാല്, അരയിലൊരു വാല്. എന്തിനാ കുറയ്ക്കുന്നെ? ഇരിക്കട്ടെ പുറകിലൊരു വാല്. Please keep the position. Attention. 1, 2, 3. Start camera. Action. ഹലോ. എന്താ ചാടാത്തെ? ചാടാനാ? അത് ഈ വൃത്തികെട്ട വെള്ളത്തില്. ഞാനേ കണ്ടില്ലേ നീല കളറ്. എന്തുവാടാ ഇത്? ഏഷ്യാഡിന് കിട്ടിയ കപ്പോ? ഞാൻ ചാടാൻ തുടങ്ങിയത് ഫ്രോഗ് ഡൈവ് ആണ്. അതായത് മാക്രി ഡൈവ്. മാക്രി നിന്നൊന്ന് ഊതിയതാണല്ലോ. ഞങ്ങളെ ബന്ധുക്കളാ. 84 ഏഷ്യാഡിൽ ഫ്രോഗ് ഡൈവ് ഇറ്റലിയിൽ നിന്ന് വന്ന സിൻസിയർ ചെയ്തിരുന്നു. ഏഷ്യാഡിൽ എവിടെന്നാ സാറേ യൂറോപ്യൻ കൺട്രി പങ്കെടുക്കുന്നത്? ഇറ്റലിയാണോ സൗദി അറേബ്യയാണോ? സൗദി ആയിരിക്കും. സൗദിയിൽ നിന്ന് വന്ന കിയാങ് മുസ്തഫ അന്ന് ഗവണിട്ട് നീന്തി എന്നൊരു വാർത്ത വായിച്ചിരുന്നു. അത് ഷൂട്ട് ചെയ്ത് ഞാനാ. മുസ്തഫക്ക ചരിഞ്ഞു കിടന്ന് നീന്തുമ്പോ ഞാൻ ടോപ്പ് ആംഗിളിൽ ക്രെയിനിൽ നിന്ന് ഷോട്ട് എടുത്തു. ക്രെയിൻ എങ്ങനെയാ സാറേ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കുന്നേ? സ്വിമ്മിംഗ് പൂളിനകത്ത് ഗോഡയിട്ട് ഷൂട്ട് ചെയ്ത് ജനത്തിന് ഞങ്ങൾ ഞെട്ടിച്ചില്ലേ? ഏഷ്യ മുഴുവൻ പിറ്റേ ദിവസം അത് വാർത്തയായി. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ഞങ്ങളെ വിളിച്ച് പ്രത്യേകം അനുമതിച്ചു. പക്ഷെ ഞാൻ അഹങ്കരിച്ചില്ല. തല ചുറ്റിയ ഒരു ക്യാമറമാൻ ക്രെയിനിൽ നിന്ന് പിടിവിട്ട് സ്വിമ്മിംഗ് പൂളിൽ വീണത് കണ്ട് ജനം ഞെട്ടിയായിരുന്നു. അത് ഞാനല്ല, ക്യാമറ അസിസ്റ്റന്റ്. ഞാനാണെന്ന് ഒന്ന് കണ്ട ഊതല്ലേ.
പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങി വന്നതേ ചില്ലിട്ട് അലമാരിയിൽ വെക്കാനല്ല. പിന്നെ ഇപ്പോഴും എന്റെ പെട്ടിയിൽ ഇരിപ്പുണ്ട് കാണാ. വേണ്ടേ എനിക്കറിയാം പലർക്കും ഇവിടെ ചില ഡൗട്ടൊക്കെ ഉണ്ടെന്ന്. ദേ ഇന്നാള് ഞാൻ ട്രെയിനിൽ പോകുമ്പോഴേ TTR കാണിച്ചു കൊടുത്ത്. സാർ ഇവിടെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം അല്ലേ സാർ? ഓക്കെ ഷുവർ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ആണും പെണ്ണും തമ്മിലുള്ള കളിയെ കുറിച്ച് പ്രിൻസിപ്പൽ അച്ഛൻ കോളേജ് കമ്മിറ്റിയുമായി ശരിക്കും ഒന്ന് ആലോചിക്കണം. ശരിക്കും ആലോചിച്ചു. നമ്മുടെ കോളേജിലെ കുട്ടികളെ ഈ മാതിരി ചിന്തിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഞാനും ഒന്ന് സംശയിച്ചു. സംശയിച്ചല്ലോ, അതാണ് അതിന്റെ ഒരു ശരി. പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തു. ന്യൂ ജനറേഷന്റെ ട്രെൻഡിന്റെയും ടേസ്റ്റിന്റെയും മുന്നിൽ എന്റെ കോളേജ് ഉണ്ടാവണം. ഉണ്ടാവണം. പെരേരച്ചന് പോകാം. പോവാം. എന്താ പോവാത്തെ? പോയി. കോളേജിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. That should be your motive. ഞാനും sure. നല്ലൊരു സംശയം. ഇപ്പോഴത്തെ ഈ new concept നമ്മുടെ കോളേജ് ഇല്ലാതാകണ്ടെന്ന് വിചാരിച്ചു. അത് ശരി. അപ്പൊ രാത്രി പണി ഇതാണ്. തനിക്കിട്ട് ഞാനൊരു പണി തരാം. ഇയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്. ഫാദറിന്റെ ന്യൂ ഐഡിയാസിനുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ. ആരും നിലവിളിച്ചല്ലോ. എന്തോ ശബ്ദവും കേട്ടു. ആരും കാണുന്നില്ല. ഈ ചാണകം എവിടുന്ന് വന്നു? ശരിയാ, വാ, വാ, നോക്കാം. വാ. അച്ചോ, അച്ചോ, അച്ചോ. ഇടിച്ച് തുറക്കണം. ഞാൻ ഏത് കോപ്പിൽ അച്ഛനാണോ? മാടവനപ്പള്ളിയിലെ എന്റെ TV ഇതോടുകൂടി നിർത്തി തരാം നിന്റെ. പ്ലീസ്. അല്ല ഈ സാറിന് എന്തിന്റെ പോക്കണം കേടാ? ഉം. കല്യാണം കഴിക്കാത്ത രണ്ട് കുട്ടികളെ ഒന്നിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാല് അവര് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുകയല്ല, വിവാഹം കഴിക്കാനായി ഒരുമിച്ച് ജീവിക്കുകയാണ്. ജനുവരി 1-നാണ് അവരുടെ വിവാഹം. അപ്പൊ അതുവരെ അവര് തമ്മിൽ മറ്റു വല്ല ബന്ധമുണ്ടോ എന്ന് അറിയാനല്ലേ സാറി ചോദിക്കുന്നത്. എന്നാ ഒരു ബന്ധവുമില്ല. സാറിന്റെ പണി നോക്ക്. അതെ, അതറിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാനാ? അല്ല, ഞാനെന്തിനാ ആനക്ക് ജെട്ടിയിടിക്കുന്നത്? ഒന്നാവ് തുണിക്കൊക്കെ തീ പിടിച്ച പല. അച്ഛൻ വന്നു, താക്കോലെടുത്തു. പെട്ടി തുറന്നില്ല, വാച്ച് എടുത്തില്ല, കീ കൊടുത്തില്ല. ഏതച്ഛനാ വരാഞ്ഞ്? ഏത് പെട്ടിയെ തുറക്കാഞ്ഞ്? ഇതെന്തോന്ന് ഫസ്റ്റ് നൈറ്റ്? രണ്ടുപേരിങ്ങ് വന്നേ. അച്ഛൻ വന്നു, താക്കോലെടുത്തു. പെട്ടി തുറന്നില്ല, വാച്ച് എടുത്തില്ല, കീ കൊടുത്തില്ല. ഏത് പെട്ടിയാ തുറക്കാഞ്ഞ്? ഏത് വാച്ചനാ കീ കൊടുക്കാഞ്ഞ്? കൂട്ടുകാരന്റെ വാച്ചില്ലാത്തതുകൊണ്ട് സമയം അറിയാൻ പറ്റില്ല. ഒന്നും നടന്നില്ല. ഏത് കൂട്ടുകാരന്റെ? ഇന്നലത്തെ. അത് ശരി, ഞമ്മക്കിട്ടാ പണി. രണ്ടുപേരും അച്ഛൻ വരാതെ പുതിയ പെട്ടിയൊന്നും തുറക്കല്ലേ. സപ്പോർട്ട് ചെയ്തോ എല്ലാ വഷളത്തരത്തിനും കൂട്ടുനിന്നോ. ഞാൻ ഏതായാലും ഒന്നിനുമില്ല.
അങ്ങോട്ട് എത്തി നോക്കുക പോലുമില്ല. പ്രശ്നം പ്രിൻസിപ്പാൾ അച്ഛന്റെ മുറിയിലെത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെ പേരൻസിനോടും വരാൻ പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ എന്തിനാ എത്ര ചുരുക്ക്? കല്യാണം കഴിക്കാത്ത ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിച്ചാലേ അതിന്റെ പേര് വ്യഭിചാരമെന്നാ. അങ്ങനെ പറയരുത്. അവര് തമ്മിൽ അങ്ങനെ യാതൊരു സാംസ്കാരിക ബന്ധമില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? താൻ കണ്ടോ? ഞാൻ കണ്ടു. എന്തോന്ന് കണ്ടു? ഇല്ല, കണ്ടില്ല. ആ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഓ, ഇന്നലെ കണ്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ ജയദേവൻ സർ, 1 മിനിറ്റ്. അച്ഛൻ വന്നു, താക്കോലെടുത്തു, പെട്ടി തുറന്നില്ല, വാച്ച് എടുത്തില്ല, കീ കൊടുത്തില്ല. ഏതച്ഛനാ വരാഞ്ഞ്? ഏത് പെട്ടിയാ തുറക്കാഞ്ഞ്? ഒന്ന് പോടോ, ഓരോ കടങ്കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഏതച്ഛനായിരിക്കും? പ്രേമിന്റെ അച്ഛൻ? നോ. സ്നേഹയുടെ അച്ഛൻ? നോ നോ. ഓ, പള്ളിയിലച്ഛനായിരിക്കും, പെരേരച്ഛൻ. ഇപ്പൊ ഏത് പെട്ടിയാ തുറക്കാത്ത? ഏത് പെട്ടിയായിരിക്കും തുറക്കാത്തത്? അച്ഛൻ വന്നു, താക്കോലെടുത്തു. എന്താ പെട്ടി തുറക്കാഞ്ഞ്? താക്കോൽ എടുക്കാൻ മറന്നോ? മറന്നതല്ല, എനിക്കറിയാം എവിടെ വെച്ചേക്കുവാന്ന്. എവിടെ? മറ്റേടത്ത്. മറ്റേടത്ത്. താക്കോലില്ലാതെ ഞാൻ തുറക്കട്ടെ? തുറക്ക്. ഇപ്പൊ തുറക്കും. തുറക്കും ഞാൻ. തുറക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, സ്നേഹയുടെ ഡാഡി അല്ലേ? ഐ നോ, സ്നേഹ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നു, താക്കോലെടുത്തു, പെട്ടി തുറന്നില്ല, വാച്ച് എടുത്തില്ല, കീ കൊടുത്തില്ല. എന്താണ് സാറാ പെട്ടി തുറന്ന് വാച്ച് എടുത്ത് കൊടുക്കാഞ്ഞ്? അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നില്ലെന്നറിയോ? ഇതിപ്പോ ആരോടാ ചോദിക്ക? അല്ല, മാഡം എപ്പോ വന്നു? കുറച്ചു നേരായി. സാറില്ലേ? വന്നില്ല. സാർ എന്നാ വരുന്നതെന്ന് നോക്കിയിരിക്കണേ ഞാൻ. അതെന്താ? പ്രേമിനറിയാം, കള്ളൻ. അച്ഛൻ വന്ന് പെട്ടി തുറന്നാലേ കാര്യങ്ങൾ നടക്കൂ. അമ്മ അറിയണ്ട. ബായ്. അയാള് നിങ്ങളുടെ പ്രൊഫസർ അല്ലേ? അരവട്ടാണോ? അറിയല്ല, മുഴുവട്ട. പോട്ടെ. പ്രേമും സ്നേഹം തമ്മിൽ പ്രശ്നത്തില. പ്രശ്നം ഉണ്ടാവുമല്ലോ. അത് ഈ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമ്പോഴുണ്ടാവുന്നൊരു ബന്ധം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ആ ബന്ധം അവർ തമ്മിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഈ അടുത്ത കാലത്താ. ഒന്നങ്ങോട്ട് ബന്ധിപ്പിച്ചേ ഈ എല്ലാ പ്രശ്നവും തീരും. വിവരക്കേട് പറയാതെ. അച്ഛൻ വന്നു, നന്നായി. രണ്ടച്ഛന്മാരുണ്ട്, പെട്ടിയുണ്ട്. ഇനി താക്കോലെടുത്താട്ടെ, തുറന്നാട്ടെ, വാച്ചെടുത്താട്ടെ. എല്ലാം ഉണ്ട്, സമയത്തിനും മാറ്റമില്ല. പ്രൊഫസർ ഉണ്ടാവില്ലേ? ഷുവർ, വൈ നോട്ട്? ഞാൻ ഇന്ന് രാത്രിയിലെ റെഡി.